രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നിൽ ഏകീകരിച്ചിരിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയാൽ കേട്ടോ നീ പ്രാർത്ഥിക്കുക. 5 നേരത്തെ നിസ്കാരം നീ ചെയ്യണം. ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട്? എന്താ? അവനവന്റെ കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. എന്താണ്? നമ്മുടേതായിരിക്കുന്ന ജന്മം, മനുഷ്യനായിട്ട് ജന്മം പൂണ്ടു കഴിഞ്ഞാൽ കേട്ടോ ആ ജന്മത്തിന് എന്തിനാണ് നമുക്ക് മാതാപിതാക്കന്മാര് ജന്മം തരുന്നത്? ആ ജന്മത്തെ പാഴാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എപ്പോഴും നമ്മളതിനെ സന്തോഷിച്ചെടുക്കാൻ സുബഹി മുതൽ അല്ലേ ഈശാ വരെ 5 നിസ്കാരമുണ്ട് അല്ലേ? നാമധേ അറിയാമോ നിനക്കതിൻ്റെ? സുബഹി, സുഹറ്, അസറ് അല്ലേ, മഗ്‌രിബ്, ഇശാ എന്നിരിക്കുന്നതായ 5 നിസ്കാരത്തെ